വളരെ വളരെ കാലിക പ്രസക്തിയുള്ള ചില വിഷയങ്ങളാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ട് തന്നെ ഞാനൊരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. റോമർക്ക് എഴുതുന്ന ലേഖനം 11-ാം അധ്യായം, അതിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം മുതൽ. അവിടെ അവരുടെ ഭ്രംശം ലോകത്തിൻ്റെ നിരപ്പിന് ഹേതുവായി എങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയിർപ്പിനെന്നല്ലാതെ എന്താകും? ആദ്യ ഭാഗം വിശുദ്ധം എങ്കിൽ പിണ്ടം മുഴുവനും അങ്ങനെ തന്നെ. വേർ വിശുദ്ധമെങ്കിൽ കൊമ്പുകളും അങ്ങനെ തന്നെ. കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് കാട്ടൊലിവായ നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്ത് ഒലിവുമരത്തിൻ്റെ ഫലപ്രദമായ വേരിന് പങ്കാളിയായി തീർന്നു എങ്കിലോ? കൊമ്പുകളുടെ നേരെ പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നുവെങ്കിൽ നീ വേരിനെ അല്ല, വേർ നിന്നെ അത്രേ ചുമക്കുന്നു എന്ന് ഓർക്ക്. എന്നാൽ എന്നെ ഒട്ടിക്കേണ്ടതിന് കൊമ്പുകളെ ഒടിച്ചു കളഞ്ഞു എന്ന് നീ പറയും. ശരി, അവിശ്വാസത്താൽ അവ ഒടിഞ്ഞുപോയി. വിശ്വാസത്താൽ നീ നിൽക്കുന്നു. ഞെളിയാതെ ഭയപ്പെടുക. സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കും. ആകെ ദൈവത്തിൻ്റെ ദയയും ഖണ്ഡിതവും കാണുക. വീണവരിൽ ദൈവത്തിൻ്റെ ഖണ്ഡിതവും. നിന്നിലോ നീ ദയയിൽ നിലനിന്നാൽ ദയയും തന്നെ, അല്ലെങ്കിൽ നീ ഛേദിക്കപ്പെടും. അവിശ്വാസത്താൽ നിലനിൽക്കാഞ്ഞാൽ അവരെയും കൂടെ ഒട്ടിക്കും. അവരെ വീണ്ടും ഒട്ടിക്കാൻ ദൈവം ശക്തനല്ലോ എന്ന് പറയുന്ന ദൈവവചന ഭാഗമാണ് ഇന്നത്തെ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഞാൻ വായിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് ആശയം ഏകദേശം നമുക്ക് മനസ്സിലായി കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമ്മൾ എന്തുകൊണ്ടാണ് ഈ സബ്ജക്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്? അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ദൈവികമായിട്ടുള്ള ഇടപെടലുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഉത്തമമായിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത്, ദൈവം ഒരു വിഭാഗം ജനങ്ങൾക്ക് ചില വാഗ്ദത്തങ്ങളും ചില അരുളപ്പാടുകളും ന്യായപ്രമാണവും ദൈവം നൽകുകയും പ്രവാചകന്മാരുടെ അവരുടെ ഇടയിലേക്ക് അയക്കുകയും മശിഹ നമ്മുടെ എല്ലാവരുടെയും രക്ഷയ്ക്ക് കാരണഭൂതനായി തീർന്ന കർത്താവായ യേശുക്രിസ്തു അവരിൽ നിന്ന് ജനിക്കുകയും ചെയ്തു, അവരിൽ ഒരുവനായിട്ട് ജനിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മൾ ഈ കാര്യങ്ങൾ കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ ചിന്തിക്കാനുള്ള പ്രധാനമായിട്ടുള്ള കാര്യം. കാരണം ഇനി ലോകത്ത് നടക്കാനുള്ള ഏറ്റവും പരമപ്രധാനമായ കാര്യമെന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവാണ്. അതിനോടുള്ള ബന്ധത്തിൽ കർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പല വാഗ്ദത്തങ്ങളും നൽകിയിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ സാഹചര്യത്തിൽ, അന്ന് പഴയ നിയമകാലത്തും പുതിയ നിയമത്തിൻ്റെ കാലത്തിൻ്റെ പ്രാരംഭ സമയത്തും ഒക്കെ അവരോട് ഇടപെട്ട ദൈവവചനങ്ങളും അവരോട് ഇടപെട്ട രീതിയും നമുക്ക് മനസ്സിലാക്കുമ്പോൾ ദൈവത്തിൻ്റെ കാര്യപരിപാടികൾ എന്താണെന്ന് ഏകദേശം ഗ്രഹിക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതുകൊണ്ടാണ് നമ്മുടെ ഈ കാര്യത്തിലുള്ള ഇൻട്രസ്റ്റ് എന്നുള്ളതും. പിന്നെ നാളുകളായിട്ട് ദൈവവചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന വ്യക്തികൾക്ക്, പ്രത്യേകിച്ച് പഴയ നിയമവും സങ്കീർത്തനങ്ങളും പ്രവാചക പുസ്തകങ്ങളും മോശയുടെ പുസ്തകങ്ങളും ഒക്കെ വായിക്കുമ്പോൾ, നമ്മളിതിന് മുന്നേ ഇവിടെ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ പഴയ നിയമത്തിന് ഉള്ള പ്രാധാന്യം എന്താണ്? പഴയ നിയമത്തിനുള്ള പ്രാധാന്യം എന്ന് പറയുന്നത്, ലോകത്തിൻ്റെ രക്ഷിതാവായിട്ട് ജനിക്കാനിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് മുൻകൂട്ടി വാഗ്ദത്തം ചെയ്ത തിരുവെഴുത്ത് എന്നിവിടെ നമ്മൾ നേരത്തെ ഡോക്ടർ റോമർക്ക് എഴുതുന്ന ലേഖനത്തിൽ നിന്ന് വായിച്ചല്ലോ. അപ്പോൾ മുൻകൂട്ടി വാഗ്ദത്തം ചെയ്ത തിരുവെഴുത്താണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കർത്താവിനെക്കുറിച്ച് മുൻകൂട്ടി വാഗ്ദത്തം ചെയ്ത തിരുവെഴുത്ത് നിശ്ചയമായിട്ടും നമുക്ക് പ്രാധാന്യമുള്ളത് തന്നെയാണ്. അത് ഒരിക്കലും നമുക്ക് അങ്ങനെ അല്ല എന്ന് നമുക്ക് വിചാരിക്കാനായിട്ട് കഴിയത്തില്ല. എന്നാൽ അവരെ സംബന്ധിച്ച് ദൈവം കൊടുത്തിരിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ആദ്യമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അബ്രഹാമിന് ദൈവം ഈ ലോകത്തിൽ ഒരു ദേശം ദൈവം കൊടുക്കാമെന്ന് പറഞ്ഞു. എന്നാൽ അബ്രഹാം അതിനുപരിയായിട്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായിട്ടുള്ള പട്ടണത്തിനായിട്ട് കാത്തിരുന്നു എന്നുള്ളത് എബ്രായ ലേഖനക്കാരൻ നമുക്ക് തരുന്നുണ്ട്. എന്നാൽ ഭൗമികമായിട്ട് കൊടുത്ത വാഗ്ദത്തങ്ങളും അത് വാലിഡ് തന്നെയാണ്, അതിന് സാധുതയുണ്ട്.
എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ അവരവിടെ ആ ദേശത്ത് മടങ്ങി വന്ന് താമസിക്കുമ്പോൾ 400 വർഷത്തിന് ശേഷം ഈജിപ്തിൽ നിന്ന് മടങ്ങി വന്ന് താമസിക്കുമ്പോൾ കർത്താവ് അവരോട് പറഞ്ഞിരുന്നു, ഈ ദേശത്തെ ആൾക്കാരുടെ പാപനിമിത്തവും അവർ മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് തന്നെ അപകടമായി തീരാവുന്ന നിലയിലുള്ള അവരുടെ ആക്ടിവിറ്റീസും ഒക്കെ കൊണ്ട് അവരെ ഈ ദേശത്തുനിന്ന് ഞാൻ മാറ്റിക്കളഞ്ഞു. നിങ്ങളും അവർ ചെയ്തത് പോലെ നിങ്ങൾ എങ്ങാനും ചെയ്താൽ അതിലധികമായിട്ട് അല്ലെങ്കിൽ അതുപോലെ തന്നെ നിങ്ങളെയും ഞാൻ ശിക്ഷിക്കുകയും ദേശത്തുനിന്ന് മാറ്റിക്കളയുകയും ശത്രുക്കൾ നിങ്ങളെ കീഴടക്കുകയും നിങ്ങൾക്ക് പല അഡ്വേഴ്സായിട്ടുള്ള നിങ്ങൾക്ക് വിനാശകരമായ വിരോധമായിട്ടുള്ള നിലകളിലൊക്കെ ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും എന്നുള്ളത് നേരത്തെ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഓർക്കണം. അങ്ങനെ തന്നെ അവർക്ക് സംഭവിക്കുകയും ചെയ്തു എന്നുള്ളത് നമുക്ക് ഇസ്രായേലിൻ്റെ ചരിത്രം വായിക്കുമ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായിട്ടുള്ള കാര്യമാണ്. എന്നാൽ നമ്മൾ ഭൗതികമായിട്ടുള്ള ചില കാര്യങ്ങൾ ഇസ്രായേലിനെ പറ്റി കാണുമ്പോൾ തന്നെ ദൈവത്തിന് അതിനേക്കാൾ ഉന്നതമായിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവിലാണ് ദൈവം കാര്യങ്ങളെ കണ്ടത്. അത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴാണ് നമുക്ക് കൂടുതലത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പഴയ നിയമകാലത്ത് ദേശത്ത് താമസിക്കുന്നു, ദേശത്ത് പ്രവാചകന്മാർ വരുന്നു, ദൈവവചനം അവർക്ക് നൽകപ്പെടുന്നു, അതുപോലെ പ്രവാചകന്മാർ പ്രവചിക്കുന്നു, പ്രവചന പുസ്തകങ്ങൾ അവർക്ക് നൽകപ്പെടുന്നു. ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുമെങ്കിലും കേവലം ഞങ്ങൾ കുറച്ച് അനുസരണക്കേട് കാണിച്ചതുകൊണ്ട് ദൈവം ഞങ്ങളെ ശിക്ഷിച്ചു, അല്ലെങ്കിൽ ദൈവം ഞങ്ങളെ ദേശത്ത് നിന്ന് അകറ്റിക്കളഞ്ഞു, ചില തിന്മയായ കാര്യങ്ങൾ ഞങ്ങളുടെ മുന്നിൽ വരാനിടയായി എന്നുള്ള അങ്ങനെ ഒരു സൂപ്പർഫിഷ്യലായിട്ടുള്ള നിലയിൽ മാത്രമേ ഏറെ പേർക്കും അത് ഗ്രഹിക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കറിയാം നെഹമ്യാവിൻ്റെ പ്രാർത്ഥന, ദാനിയേലിൻ്റെ പ്രാർത്ഥന, ഈ പ്രാർത്ഥനകളിലൊക്കെ അവർ പാപം ചെയ്തതിനെ ഏറ്റുപറഞ്ഞ് അവർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളും നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ അവർക്ക് ദാനിയേലിന് നൽകപ്പെട്ട പ്രവചനത്തിലും അതുപോലെ തന്നെ ആ സമയത്തിന് മുമ്പും പിമ്പും ജീവിച്ചിരുന്ന പ്രവാചകന്മാർക്ക് നൽകിയ പ്രവചനത്തിലുമൊക്കെ ആണിക്കല്ലായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഞാൻ നിങ്ങളോട് ചെയ്യാൻ പോകുന്ന പുതിയ നിയമത്തെക്കുറിച്ച് ഉള്ള കാര്യമായിരുന്നു എന്നറിയാം. അപ്പം ഒന്നാമത് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം എന്തായിരുന്നു ഈ ഇസ്രായേലിനെ തെരഞ്ഞെടുത്തത് കൊണ്ട് ദൈവത്തിനുള്ള ഉദ്ദേശം എന്ന് നമ്മൾ ചിന്തിക്കുമ്പം പിന്നെ നമുക്ക് ദൈവത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്തായിരുന്നു, ഇസ്രായേലിനെ തെരഞ്ഞെടുത്തത് കൊണ്ട് ദൈവത്തിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് നമ്മൾ വായിക്കുമ്പോൾ നമുക്കെല്ലാം പരിചയമുള്ള ദൈവവചന ഭാഗമാണ് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മൾ ആദ്യം വായിക്കുന്ന വാക്യം. അത് ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. അവിടെ കാണുന്നത് അബ്രഹാമിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ ദാവീദിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ വംശാവലി എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോൾ റോമർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായത്തിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നതായിട്ടുള്ള കാര്യം, അതിൻ്റെ പ്രാരംഭ വാക്യങ്ങൾ ഡോക്ടർ വായിച്ചല്ലോ. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പദ്ധതി ഈ സകല ലോകത്തിനും രക്ഷിതാവായിട്ട് വരാനും സകല ജാതികളുടെ ഇടയിലും ദൈവത്തിൻ്റെ നന്മയും ശ്രേഷ്ഠതയും പ്രസംഗിക്കപ്പെടാനും അറിയിക്കപ്പെടാനും ഇടയായി തീരേണ്ടതിന് സകല ലോകത്തിൻ്റെയും പാപത്തിൻ്റെ ആ മോചനത്തിനായിട്ട് അറുക്കപ്പെടാനിരിക്കുന്ന മശിഹ അവരിൽ നിന്ന് ജനിക്കും. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു ജനമായിട്ട് അവരെ തെരഞ്ഞെടുത്തു എങ്കിൽ തന്നെ അവരിലൂടെ ദൈവത്തിൻ്റെ നന്മകളെ പ്രസിദ്ധമാക്കാനും അവരെ ഒരു പുരോഹിത വർഗമാകേണ്ടതിനാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നുള്ള നിലയിൽ നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന വാക്യങ്ങൾ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പം നമുക്കറിയാമല്ലോ അങ്ങനെ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള കാര്യം നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട അവരെ ദൈവം തിരഞ്ഞെടുത്തതിനുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്തായിരുന്നു? അത് അബ്രഹാമിനെ തിരഞ്ഞെടുത്ത് മോശയെ മുഖാന്തരം ദൈവം ജനത്തോട് ഇടപെട്ടു. അപ്പോഴും പറയുന്നത് എന്നേക്കാൾ ശ്രേഷ്ഠനായ ഒരു പ്രവാചകനെ ഈ ജനത്തിൽ നിന്ന് തന്നെ ദൈവം നിങ്ങളുടെ ഇടയിലേക്ക് അയക്കും എന്നും തുടർന്നുള്ള പ്രവചനങ്ങളിലൊക്കെ ദൈവം അവരോട് ഇടപെട്ട സങ്കീർത്തനങ്ങളിലും യെശയ്യാവിൻ്റെ പ്രവചനത്തിലും അതുപോലെ നമുക്കറിയാം യിരെമ്യാ പ്രവചനത്തിലും ഒക്കെ പിന്നെയും ഓർപ്പിച്ച ഒരു കാര്യമെന്ന് പറയുന്നത് നമുക്ക് ഒരു സൈഡിൽ ശിക്ഷയായിരുന്നു ബാബേൽ പ്രവാസത്തിലേക്ക് പോയത്, അവർക്കുണ്ടായ അനുഭവങ്ങളെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ
അത് വേറൊരു നിലയിൽ മശിഹയ്ക്ക് വേണ്ടി ഈ ജനത്തെ ഒരുക്കുകയായിരുന്നു. മശിഹ ജനിക്കാനുള്ള സമയമാകുമ്പോൾ ആ നിലയിൽ ഈ മശിഹയെ പറ്റിയുള്ള സദ്വാർത്ത, ഈ സുവിശേഷം ലോകമെങ്ങും എത്തിച്ചേരാൻ തക്കവണ്ണമുള്ള ഒരു പദ്ധതിയായിരുന്നു ഈ ഇസ്രയേൽ ചിതറിപ്പോയത് വരെ അങ്ങനെയുള്ള ഒരു പദ്ധതി ആയിരുന്നു എന്ന് പോലും നമുക്ക് ചിന്തിക്കാൻ സാധ്യതയുള്ള ചില സാഹചര്യങ്ങൾ നമുക്കവിടെ കാണാം. കാരണം ഇതൊക്കെ ദൈവത്തിൻ്റെ മാസ്റ്റർ പ്ലാനിൽ പെട്ട കാര്യങ്ങളായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഒന്നാമത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, പൗലോസ് തന്നെ ചോദിക്കുന്നത്, ആകയാൽ യഹൂദന് എന്ത് വിശേഷതയുള്ളൂ, അല്ലെങ്കിൽ നമുക്കറിയാം അത് ന്യായപ്രമാണമൊക്കെ അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ എന്ന് എനിക്ക് തോന്നുന്നു. ആ വാക്യം അങ്ങനെയാണ് പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അവൻ്റെ വിശേഷത ഏതാണ്? ദൈവത്തിൻ്റെ പ്രമാണങ്ങളൊക്കെ അവൻ്റെ പക്കൽ ഏൽപ്പിച്ചു എന്നുള്ളതാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ എന്തായിരുന്നു ഈ പ്രമാണം ഏൽപ്പിച്ചതിൻ്റെ ഉദ്ദേശവും എന്നൊക്കെ ഗലാത്യ ലേഖനത്തിലും ദൈവവചനത്തിലും ഒക്കെ പ്രതിപാദിച്ചിരിക്കുന്നത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പം ഒന്നാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഈ ലോകത്തിന് മുഴുവൻ രക്ഷയായി തീരാനുള്ള കർത്താവായ യേശുക്രിസ്തു ലോകത്തിൽ ജനിക്കാൻ തക്കവണ്ണം അങ്ങനെ അതിനുവേണ്ടി ദൈവം തെരഞ്ഞെടുത്ത ഒരു ജാതിയായിരുന്നു, അല്ലെങ്കിൽ വ്യക്തിയായിരുന്നു അബ്രഹാമെന്നും, അബ്രഹാമിൻ്റെ സന്തതി പരമ്പരകളിലൂടെ കഴിഞ്ഞ ദിവസം റോമർക്ക് എഴുതുന്ന ലേഖനം 9-ാം അധ്യായം നമ്മൾ വിശദീകരിച്ചപ്പം നമ്മളത് പറയുകയും ചെയ്തതാണ്. ആ ഒരു ദൈവത്തിൻ്റെ സെലക്ഷനാണ്, ദൈവത്തിൻ്റെ ആ തെരഞ്ഞെടുപ്പാണ് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത് എന്നുള്ളത് നമ്മൾ പ്രസ്താവിച്ചതായിട്ടുള്ള കാര്യമാണ്. അപ്പം ഇതായിരുന്നു ദൈവത്തിന്. എന്നാൽ ദൈവത്തിൻ്റെ പ്രധാനപ്പെട്ട ദൈവവചനത്തിൽ കാണുന്ന പ്രധാനപ്പെട്ട ദൈവത്തിൻ്റെ നിത്യത മുതൽ നിത്യത വരെ നിലനിൽക്കുന്നതായിട്ടുള്ള ദൈവത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു എന്ന് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് ക്രിസ്തു അവൻ്റെ സഭയും എന്നുള്ളത് എഫേസ്യർ എഴുതുന്ന ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ വ്യക്തമാക്കി അത് പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം. അതുപോലെ പ്രോമിനൻസ് ഉള്ള, അതുപോലെ പ്രാധാന്യമുള്ള, അതുപോലെ ദൈവിക പദ്ധതികളിൽ നമുക്ക് വെളിപ്പെടുത്തപ്പെട്ട ദൈവിക പദ്ധതികളിൽ അതുപോലെ പ്രോമിനൻസ് ഉള്ള വേറൊരു പദ്ധതി ഉണ്ട് എന്ന് ഞാൻ വചനം വായിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം ദൈവത്തിൻ്റെ പ്രധാനപ്പെട്ട പദ്ധതി ക്രിസ്തുവും അവൻ്റെ സഭയും, ആ ക്രിസ്തുവും അവൻ്റെ സഭയും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പരിപാടിയെന്നും. അപ്പം നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ വായിക്കുമ്പോൾ, ഇസ്രായേലിനെ കുറിച്ച് വായിക്കുമ്പോഴും ഇത് മുൻ തലമുറകൾക്ക്, അത് ജാതികൾക്ക് പ്രകാശമാക്കി വെക്കും, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഈ സഭ എന്ന് പറഞ്ഞ ഈ ദൈവം പ്രത്യേക നിലവാരത്തിൽ ദൈവം ഡീൽ ചെയ്യുന്നതായിട്ടുള്ള ഈ ഒരു പ്രത്യേക വിഭാഗത്തെക്കുറിച്ച് അത് മുൻ തലമുറകൾക്ക് അറിവായി വന്നിരുന്നില്ല എന്നുള്ളതും, അത് കൊളോസ്യർക്ക് എഴുതുന്ന ലേഖനത്തിൽ വായിക്കുമ്പോൾ അത് മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നതാണെന്നും, ദൈവത്തിൻ്റെ അനാദി നിർണയപ്രകാരമുള്ള ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു ഇതെന്നും, ഇത് നേരത്തെയുള്ള തലമുറകൾക്ക് അറിവായിരുന്നില്ല എന്ന് 3-ാം അധ്യായം എഫേസ്യർക്ക് എഴുതുന്ന ലേഖനത്തിലും നമ്മൾ കൃത്യമായിട്ട് വായിക്കുന്നുണ്ട്. അപ്പോൾ ദൈവിക പദ്ധതിയിലേക്ക്, അപ്പം നമുക്കറിയാമല്ലോ ദൈവത്തിൻ്റെ പ്രധാന പദ്ധതി എന്ന് പറയുന്നത്, നിത്യത മുതൽ നിത്യത വരെ ഉള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് യേശുക്രിസ്തുവിലൂടെ സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും എല്ലാം പിന്നെയും ഒന്നായി ചേർക്കുക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിക്കൊണ്ട് തന്നെ എന്ന് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ കാണുന്നു. അപ്പം ഈ രണ്ട് കാര്യങ്ങളാണ് ഈ രണ്ട് ദൈവിക പദ്ധതികളാണ് നമുക്ക് ഒന്ന്, ആദ്യം പറഞ്ഞതുപോലെ മശിഹയെ ഈ ലോകത്ത് കൊണ്ടുവരാനായിട്ട് ദൈവം ഒരു ജനത്തെ തിരഞ്ഞെടുത്തു. അപ്പോൾ നമുക്കറിയാം കർത്താവ് ജീവിച്ചിരുന്ന സമയത്ത് സംഭവിച്ചതും പൗലോസ് ജീവിച്ചിരുന്ന കാലത്ത് സംഭവിച്ചതും, അവിടെയൊക്കെ വിശ്വാസികൾ അവിശ്വാസികളെന്ന് വായിക്കുമ്പോൾ ആദ്യ സമയത്ത് കൂടുതലും യഹൂദന്മാരായിരുന്നു ഈ സുവിശേഷം കേട്ടതും അതിനോട് പ്രതികരിച്ചതും പ്രതികരിക്കാതിരുന്നതും, ഉപദ്രവിച്ചവരും അനുകൂലിച്ചവരും ഒക്കെ ഇവർ തന്നെ ആയിരുന്നു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. കർത്താവിനെ അവർ തള്ളിക്കളയുകയും ഈ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് പറയുകയും ആ തലമുറയിൽ തന്നെ അവർ പറഞ്ഞതുപോലെ അവരുടെ മക്കളുടെ മേലും കുറേ അവരുടെ പേരും ഒക്കെ വരാനായിട്ട് ഇടയായിട്ട് തീർന്നു എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ച കാര്യമാണല്ലോ. അപ്പം ഇങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ അന്ന് വിശ്വസിക്കാത്ത യഹൂദന്മാർക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അത് ഷാജി ജോൺ പാസ്റ്റർ ഓൾറെഡി പ്രസ്താവിച്ചു കഴിഞ്ഞു. കാരണം അങ്ങനെയുള്ളവർക്ക് ഏതെങ്കിലും നിലയിലുള്ള വിശേഷതകൾ ഉണ്ട്. ഒരു യഹൂദനായിട്ടുള്ള ഒരു വ്യക്തി ക്രിസ്തുവിനെ സ്വീകരിച്ചില്ലെങ്കിലും അവന് എന്തെങ്കിലും നിലയിലുള്ള ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കും. ഈ ലോകത്തിലുള്ള മനുഷ്യർക്കൊക്കെ ഉള്ളതുപോലുള്ള പ്രൊട്ടക്ഷൻ അവർക്കുമുണ്ട്. ഈ ലോകത്തിലുള്ള മനുഷ്യനെക്കുറിച്ചൊക്കെ ദൈവം എന്താ ആഗ്രഹിക്കുന്നത്? ഈ മനുഷ്യൻ്റെ ആത്മരക്ഷയ്ക്ക് കാരണമായി തീരുന്ന, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ആത്മരക്ഷയ്ക്ക് വഴിയും സത്യവും ജീവനുമായി തീരുന്ന ക്രിസ്തുവിനെ അറിയണം എന്നുള്ളത് തന്നെയാണ്
ദൈവത്തിന് ഈ ലോകത്തിലുള്ള ജാതികളെക്കുറിച്ചും അതുപോലെ തന്നെ യഹൂദന്മാരെക്കുറിച്ചുമുള്ള ദൈവത്തിൻ്റെ പദ്ധതി. ഇനി ജാതി യഹൂദൻ എന്നുള്ള വ്യത്യാസമൊക്കെ തീർന്നു എന്നുള്ളത് അത് തൻ്റെ ശരീരത്തിൽ അവരെ യോജിപ്പിച്ചുകൊണ്ട് വേർപാടിൻ്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞു എന്നുള്ളതും ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. റോമർക്ക് എഴുതുന്ന ലേഖനത്തിലെ പ്രത്യേക പശ്ചാത്തലം നമ്മൾ ഇതിനു മുന്നേ പറഞ്ഞിട്ടുള്ളതാണല്ലോ. അന്ന് കുറേ ആൾക്കാർ, റോമ സഭയിലുള്ള ആൾക്കാർ, യഹൂദന്മാരെ കുറിച്ചുള്ള ദൈവിക പദ്ധതികളൊക്കെ കഴിഞ്ഞു, ഇനി അവരെ കൊണ്ടൊരു ദൈവിക പദ്ധതി ഒന്നും ഇല്ല എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലാണ് പൗലോസ്ലിയ ഈ റോമർക്ക് എഴുതുന്ന ലേഖനം വിശേഷിച്ച് 9, 10, 11 അധ്യായങ്ങളിൽ ദൈവത്തിൻ്റെ പദ്ധതി ഒന്നും അവരെക്കുറിച്ച് തീർന്നു പോയിട്ടില്ല എന്നുള്ളതും ദൈവം തെരഞ്ഞെടുപ്പ് ആണെങ്കിൽ ആ തെരഞ്ഞെടുപ്പൊന്നും വൃഥാവായി പോയിട്ടില്ല എന്ന് പറയുന്ന ഭാഗങ്ങളാണല്ലോ നമ്മൾ വായിക്കാനായിട്ട് ഇടയായി തീർന്നു. അതുപോലെ തന്നെ അതിന് മുകളിലും താഴെയും ഇത് വായിക്കുമ്പോൾ നമുക്കറിയാം, പ്രത്യേകിച്ച് അതിൻ്റെ 11-ാം അധ്യായം 28 സുവിശേഷം സംബന്ധിച്ച് അവർ നിങ്ങൾ നിമിത്തം ശത്രുക്കൾ, തിരഞ്ഞെടുപ്പ് സംബന്ധിച്ചോ പിതാക്കന്മാർ നിമിത്തം പ്രിയന്മാർ. ദൈവം തൻ്റെ കൃപാവരങ്ങളെയും വിടിയെയും കുറിച്ച് അനുദപിക്കുന്നില്ലല്ലോ. നിങ്ങൾ മുമ്പേ ദൈവത്തെ അനുസരിക്കാതിരുന്നിട്ട് അവരുടെ അനുസരണക്കേടിനാൽ ഇപ്പോൾ കരുണ ലഭിച്ചതുപോലെ തന്നെ നിങ്ങൾക്ക് ലഭിച്ച കരുണയാൽ അവർക്ക് കരുണ ലഭിക്കേണ്ടതിന് അവരും ഇപ്പോൾ അനുസരിക്കാതിരിക്കുന്നു എന്ന് പറയും. അപ്പം നമുക്കറിയാമല്ലോ, ഒരു പ്രത്യേക പ്രശ്നം സോൾവ് ചെയ്യുന്നതിനുള്ള ബന്ധത്തിലും രണ്ട് ജനവിഭാഗങ്ങൾ തമ്മിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ് തീർക്കുന്നതിനുള്ള ബന്ധത്തിലുമാണ് ഈ പ്രത്യേക നിലയിൽ അത് എഴുതപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. കർത്താവായ യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നു. ശിഷ്യന്മാർ പലരും യഹൂദന്മാരായിരുന്നു. ആദിമ നൂറ്റാണ്ടിൽ വിശ്വസിച്ച കൂടുതൽ പേരും യഹൂദന്മാരായിരുന്നു. അതുകൊണ്ടാണ് റോമർക്ക് എഴുതുന്ന ലേഖനത്തിലൊക്കെ പ്രത്യേകിച്ച് ആ യഹൂദന്മാർക്ക് യോജിച്ച നിലയിൽ, അല്ലെങ്കിൽ അവരുടെ ആ സാഹചര്യത്തോട് അനുയോജ്യമായ നിലയിലുള്ള ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. നമുക്കറിയാമല്ലോ, അത് നേരത്തെ ഡോക്ടർ ജോസഫ് പറഞ്ഞായിരുന്നു, ഇരമ്യാ പ്രവചനത്തിലെ വാക്യം, സമുദ്രത്തിൻ്റെ ഇതിനെയൊക്കെ കുറിച്ച് പറഞ്ഞതായിട്ടുള്ള വാക്യം നമുക്കറിയാം. ആ വാക്യം ഏത് സാഹചര്യത്തിലാണ് പറഞ്ഞേക്കുന്നതെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടെ പുതിയ നിയമത്തെക്കുറിച്ചുള്ള ഒരു വാഗ്ദത്തം നൽകിയിട്ടാണ് പറയുന്നത്, ഈ നിയമം എൻ്റെ മുന്നിൽ നിന്ന് മാറുമെങ്കിൽ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും, അത് സുവിശേഷം അനുസരിക്കാതെ സുവിശേഷത്തിൽ വിശ്വസിക്കാത്ത ചില വ്യക്തികൾക്ക് അവർ യഹൂദന്മാരായതുകൊണ്ട് മാത്രം എന്തെങ്കിലും പ്രത്യേകത ഉണ്ട് എന്നുള്ള നിലയിലല്ല പറയുന്നതെന്നും, ഞാൻ നിങ്ങളോടൊരു പുതിയ നിയമം ചെയ്യുന്ന നാഴിക വരും എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഈ പറയുന്നത്, ആ നിയമം എൻ്റെ മുന്നിൽ നിന്ന്, അല്ലെങ്കിൽ ഈ സൂര്യനെ വെളിച്ചത്തിനും ചന്ദ്രനെ നക്ഷത്രങ്ങളെയും വ്യവസ്ഥയെ രാത്രി വെളിച്ചത്തിനും നിയമിച്ചവനും കടലിലെ തിരകൾ അലറുവാൻ തക്കവണ്ണം അതിനെ ഇളക്കുന്നവനും സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം എന്ന നാമമുള്ളവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗം അത് പുതിയ നിയമത്തോടുള്ള ബന്ധത്തിലുള്ള വാഗ്ദത്തം നൽകിയിട്ട് പറയപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള ഭാഗമാണ് എന്നുള്ളത് നമ്മൾ തുടർന്ന് അതിനോട് ചേർന്ന് വരുന്ന ഭാഗങ്ങൾ അതുതന്നെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. നിശ്ചയമായിട്ടും അബ്രഹാമിനെ ദൈവം തെരഞ്ഞെടുത്തു. അബ്രഹാമിൻ്റെ സന്തതിയായിട്ട് കർത്താവായ യേശുക്രിസ്തു ലോകത്തിൽ വന്നു. അതുകൊണ്ട് തന്നെ ദൈവത്തിനൊരു മനുഷ്യന് നൽകാൻ പറ്റുന്ന ഏറ്റവും വിശിഷ്ടമായ സമ്മാനമെന്ന് പറയുന്നത് ക്രിസ്തുവിനെ അവന് നൽകുക എന്നുള്ളതാണ്. ക്രിസ്തുവിനെ നൽകുക എന്നുള്ളതിനേക്കാൾ ഉപരി വേറെ ഏതെങ്കിലും ഒരു സമ്മാനം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഫ്രീ ഗിഫ്റ്റ് ദൈവത്തിന് മനുഷ്യന് കൊടുക്കാനില്ല. കാരണം ദൈവത്തോടു കൂടെ ഉള്ള കൂട്ടായ്മ അനുഭവിക്കാനും നിത്യതയിൽ നിരന്തരമായിട്ട് ദൈവത്തോട് ഉള്ള കൂട്ടായ്മയിൽ കഴിയാനുമായിട്ടാണ് ദൈവത്തിന് ഒരു മനുഷ്യനെക്കുറിച്ചുള്ള ഏറ്റവും ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് വില്ല് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതിനേക്കാളും വലിയ ഇപ്പം ഒരു യുദ്ധം ജയിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് ഭൗതികമായിട്ടുള്ള കുറച്ച് നന്മകൾ കൊടുത്തതുകൊണ്ടോ അല്ലെങ്കിൽ അനുഗ്രഹം കൊടുത്തതുകൊണ്ടോ കുറച്ച് കൃഷിയോ അല്ലെങ്കിൽ മറ്റുള്ള വ്യവസായമോ ഒക്കെ ഇതൊക്കെ പ്രത്യേകതകളാണെന്ന് പറയാൻ നമുക്ക് സാധിക്കുമെങ്കിൽ തന്നെ ആത്യന്തികമായിട്ടുള്ള പ്രത്യേകത എന്താ? ആത്യന്തികമായ പ്രത്യേകത എന്ന് പറയുന്നത് ആ വ്യക്തിയിൽ ക്രിസ്തു ഉരുവാകുക എന്നുള്ളതാണ്. ക്രിസ്തു ഉരുവാകുന്ന ഒരു നിലവാരത്തിലല്ലെങ്കിൽ ഈ ലോകത്തിൽ ഭൗമികമായിട്ടും ലോകപ്രകാരവും എത്ര ശ്രേഷ്ഠന്മാരായിട്ടുള്ള വ്യക്തികളാണെങ്കിൽ പോലും അവരുടെ നേട്ടങ്ങളും ഒക്കെ വൃഥാവായി തീരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ നമുക്കറിയാമല്ലോ, കർത്താവ് സുവിശേഷം അവരോട് പ്രസംഗിച്ചു, അപ്പോസ്തലന്മാർ പ്രസംഗിച്ചു. എന്നാൽ അവർ പലപ്പോഴും കാലിലെ പൊടി തട്ടിക്കളഞ്ഞിട്ടൊക്കെ ഇറങ്ങി വരേണ്ട സാഹചര്യങ്ങൾ പൗലോസിന്, പത്രോസിന്, ഈ കർത്താവിനൊക്കെ ഉണ്ടായ സാഹചര്യങ്ങൾ നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ സുവിശേഷത്തോട് അവർ എതിർത്ത് നിന്നപ്പോൾ അവരെക്കുറിച്ച് എന്താണോ പൗലോസും കർത്താവും അവിടെ പറഞ്ഞത്, അത് അവരെ സുവിശേഷത്തിൽ വിശ്വസിക്കാത്ത യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ഇന്നും അത് ബാധകം തന്നെയാണ്.
എന്ന് വെച്ചാൽ ദൈവത്തിന്റെ പർപ്പസിൽ നിന്ന് പോയി എന്നുള്ളതല്ല ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. സുവിശേഷത്തിൽ വിശ്വസിക്കാത്ത ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളവും കർത്താവും അപ്പോസ്തലന്മാരും എന്താണോ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് അവരോട് പ്രസംഗിച്ചപ്പം ആ റെസ്പോൺസായിട്ട് കർത്താവും അപ്പോസ്തലന്മാരും ആ 1-ാം നൂറ്റാണ്ടിലെ സാഹചര്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അത് അന്നും വാലിഡാ, ഇന്നും വാലിഡാ, ഇനിയും വാലിഡാ, യാതൊരു സംശയവുമില്ല. അതേസമയം തന്നെ ഈ കർത്താവിൻ്റെ ഈ വാഗ്ദത്തങ്ങൾ വൃഥാവായി പോയോ എന്ന് നമ്മൾ ഈ റോമർക്ക് എഴുതുന്ന ലേഖനത്തിൽ നമ്മളിപ്പം വായിച്ച ഭാഗത്ത് നമ്മൾ വായിച്ചല്ലോ. അപ്പോൾ അത് വൃഥാവായി പോയിട്ടില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി തീർന്നിട്ടില്ല. അവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുമ്പോൾ അത് കേവലം ഭൗമികമായിട്ടുള്ള ഒരു പദ്ധതി എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് അത് കർത്താവിൻ്റെ അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിനെ തിരിച്ചറിയുകയും അവരുടെ രക്ഷ അവർ സ്വായത്തമാക്കുകയും ചെയ്യുന്ന ഒരു നിലയിലാണ് അവരുടെ ഭാവിയെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നതെന്നും നമുക്കറിയാമല്ലോ. എസെക്കിയേൽ പ്രവചനത്തിലൊക്കെ വായിക്കുമ്പം നമുക്കറിയാം അന്നത്തെ സാഹചര്യം എന്ന് പറയുന്നത് ആ ആലയത്തോടുള്ള ബന്ധത്തിലുള്ള കാര്യം നമ്മളൊക്കെയാണ് പറയപ്പെട്ടേക്കുന്നത്. ആദ്യത്തെ ബാച്ച് സെരുബ്ബാബേലിൻ്റെ നേതൃത്വത്തിലുള്ളവരെ അല്ലെങ്കിൽ ആദ്യത്തെ ബാച്ച് ആൾക്കാരെ സെരുബ്ബാബേലിൻ്റെ നേതൃത്വത്തിൽ തോന്നുന്നു എനിക്ക്, അല്ലെങ്കിൽ ആ ചെറുപ്പക്കാരെയൊക്കെ ആദ്യത്തെ ബാച്ച് പ്രവാസത്തിലേക്ക് കൊണ്ടുപോയി. രണ്ടാമത്തെ ബാച്ചിലാണ് എസെക്കിയേൽ പ്രവാചകൻ പ്രവാസത്തിലേക്ക് എസെക്കിയേലിന്റെ കാര്യമാണ് ഞാൻ 597 രണ്ടാമത്തെ ബാച്ച്. രണ്ടാമത്തെ ബാച്ച്, അതാ പറഞ്ഞത്, രണ്ടാമത്തെ ബാച്ചിലാണ് എസെക്കിയേൽ പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പം അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് നമ്മൾ തുടർന്ന് എസെക്കിയേൽ പ്രവചനത്തിൽ വായിക്കുന്ന മനോഹരമായ കാഴ്ചകൾ കാണുന്നത്. ഒന്ന്, ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ നിന്ന് വന്ന് ഉമ്മരപ്പടിമേൽ നിന്ന് അത് ആ ആലയത്തെ വിട്ടുപോകുന്നതായിട്ടുള്ള ഒരു കാഴ്ച നമ്മൾ കാണുന്നത്. എന്നാൽ 40-ാം അധ്യായത്തോട് അടുത്ത് വരുമ്പോൾ നമുക്ക് കാണാം അത് ആ പോയ ആ മഹത്വം തിരിച്ചു വരികയും യഹോവ ശമ്മ എന്നവിടെ അതിന് പേരാകും, ഈ യഹോവ ഇവിടെ എന്ന് പേരാകും എന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. നമുക്കറിയാമല്ലോ അങ്ങനെ ഒരു ആലയം ഇന്ന് അവിടെ ഇല്ല. 1000 ആണ്ട് വാഴ്ചയുള്ള ബന്ധത്തിൽ ജിയോ സെൻട്രിക്കായിട്ട് അല്ലെങ്കിൽ ഭൂമിയിൽ തന്നെ കേന്ദ്രം ആയിട്ട് അങ്ങനെ ഒരു ഭരണം ഉണ്ടാകും. കർത്താവ് ഈ ലോകത്തെ നീതിയോടെ ഭരിക്കും എന്ന് നമ്മളെല്ലാം മിക്ക ക്രിസ്തീയ വിഭാഗങ്ങളും വിശ്വസിക്കുന്നതും ദൈവവചനത്തിൽ പ്രത്യേകിച്ച് ഒരു ഇൻ്റർപ്രിട്ടേഷൻ കൂടാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഇതെന്നുള്ളത് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. അപ്പോൾ ചിലർ ചോദിക്കും, കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഉള്ള സുവിശേഷം പ്രസംഗിക്കപ്പെട്ടു, ഇനി യാഗങ്ങളിലൂടെയും പെരുന്നാളിലൂടെയും ഇതിലൂടെയും ഒന്നും അല്ല അത് നിർവഹിക്കപ്പെടുന്നത്, നിഴലല്ല പൊരുളായവൻ വെളിപ്പെട്ടു, ഇപ്പോഴതിൻ്റെ സാങ്കത്യം എന്താ എന്ന് ചോദിച്ചേക്കാം. എന്നാൽ അതിന് വിനീതമായിട്ട് പറയാനുള്ള ഉത്തരം ദൈവവചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളായി എഴുതപ്പെട്ട നിലയിൽ തന്നെ നിറവേറുമെന്ന് വിശ്വസിക്കാനും, അത് ചില കാര്യങ്ങൾ നമ്മൾക്കതിൽ മനസ്സിലാകാത്തതായിട്ടുണ്ട്. ആ മനസ്സിലാകാത്ത കാര്യങ്ങളുടെ പൂർണ്ണ അർത്ഥം എന്താണെന്ന് ഒരുപക്ഷെ നമുക്കത് പറയാനായിട്ട് സാധിക്കത്തില്ല. എന്നാൽ തന്നെ കർത്താവായ യേശുക്രിസ്തു വന്ന് ഈ ലോകത്തിലായിരിക്കുകയും അദ്ദേഹം ഈ ലോകത്തെ ഭരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഇതിൻ്റെ സാങ്കത്യം എന്താണെന്നുള്ളത് നിശ്ചയമായും അത് ഒരിക്കലും രക്ഷിക്കപ്പെട്ടൊരു ദൈവത്തിൻ്റെ മക്കളെ പിന്നെയും പഴയ നിയമ ആചാരങ്ങളിലേക്കും അനുഷ്ഠാനങ്ങളിലേക്കും പിടിച്ചോണ്ട് പോകുന്ന ഒരു പരിപാടി ഒന്നും ആയിരിക്കത്തില്ല. നിശ്ചയമായിട്ടും അത് അതിനേക്കാൾ ഗ്ലോറിയസ് ആയിട്ടുള്ള ദൈവിക ഒരു പദ്ധതി ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത്ര എനിക്ക് അതിനെപ്പറ്റി പറയാനായിട്ട് കാര്യം. കൂടുതൽ ലോജിക്ക് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് അതെന്തുകൊണ്ടാണ്. അതെ, ദൈവവചനത്തിൽ അത് പറയപ്പെട്ടിട്ടുണ്ട്, അത് ഞാൻ വിശ്വസിക്കുന്നു. ദൈവവചനത്തിൽ അത് പറയപ്പെട്ടിട്ടുണ്ട്, നിറവേറുമെന്ന് ഞാൻ വിശ്വസിക്കുക. അതേസമയം തന്നെ അത് വിശ്വാസത്തിൽ ഒരു ആദ്യപാഠങ്ങളിലേക്കൊക്കെ ഉള്ള മടങ്ങിപ്പോക്കാണോ? അല്ല, ഒരിക്കലും ആയിരിക്കത്തില്ല. നമ്മൾ ഇന്ന് വിശ്വാസത്താൽ കർത്താവിനെ അറിയുമ്പം തന്നെ ഈ നിലവാരത്തിലും ഈ നിലയിലും കർത്താവിനെ അനുഭവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിശ്ചയമായും അതിനേക്കാളും 10 മടങ്ങ് അതിനേക്കാൾ എത്രയോ ഇരട്ടി, എത്രയോ അധികമായിട്ടുള്ള ദൈവമഹത്വവും ദൈവത്തിൻ്റെ നീതിയും ദൈവത്തിൻ്റെ സമാധാനവും സന്തോഷവും അനുഭവിക്കുന്ന സമയങ്ങളായിരിക്കുമെന്നുള്ളത് വിവിധ പ്രവചന ഭാഗങ്ങളിൽ നിന്ന് 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ചും കർത്താവിൻ്റെ ഭരണത്തെക്കുറിച്ചും നമ്മൾ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഭാരപ്പെടേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളതാണ് എനിക്ക് വിനീതമായിട്ട് പറയാനായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം അബ്രഹാമിനെ ദൈവം വിളിച്ചപ്പോഴും തുടർന്നുള്ള പരിപാടികളിലും ഒക്കെ പറയപ്പെട്ടിരിക്കുന്ന ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ നിറവേറിയെങ്കിൽ
ഇനി ദൈവം എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് വിശ്വസിക്കാനും അറിയാനും ആഗ്രഹിക്കുന്നവർക്കും നിശ്ചയമായും ഇസ്രയേലിനെ നോക്കാനും, നേരത്തെ പറഞ്ഞതുപോലെ അത്തി തളിർക്കുന്നത് കണ്ട് അതിൻ്റെ ഉഷ്ണകാലം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ ചില ലക്ഷണങ്ങൾ നമുക്ക് കാണാനും വിവേചിക്കാനും കർത്താവിൻ്റെ വരവിനെപ്പറ്റി നിശ്ചയമായിട്ടും നമുക്ക് മനസ്സിലാക്കാനും വിലയിരുത്താനും കഴിയുന്ന ഒരു സംഗതി തന്നെയാണ് ഇസ്രയേലിനെ കുറിച്ചുള്ള പഠനം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. നിശ്ചയമായിട്ടും അതെ. നമ്മുടെ ഇൻട്രസ്റ്റ് അവിടെയാണ് എന്ന് വെച്ചിട്ട് ഇപ്പൊ ചോദിക്കുക, അവർ പല അന്യായങ്ങളും ഒക്കെ ചെയ്യുന്നില്ലേ? നിശ്ചയമായിട്ടും അവരും മനുഷ്യരാ, എല്ലാവരും പാപികളായി തീർന്നു, ഒരുവൻ പോലും പാപിയാകാതെ ഇല്ല എന്ന് പറഞ്ഞ കൂട്ടത്തിൽ അവരും പെടത്തില്ലേ? നിശ്ചയമായിട്ടും അവരും പെടും, നിശ്ചയമായിട്ടും അവരും പെടും. നമ്മളൊക്കെ കർത്താവായ യേശുക്രിസ്തു വിശ്വസിച്ച് രക്ഷ പ്രാപിച്ച് യേശുക്രിസ്തുവിന്റെ രക്തം നമ്മുടെ പാപത്തെ മോചിച്ച് എന്ന് വിശ്വസിക്കുന്നവർ അവർ വിശ്വസിക്കണ്ടേ? നിശ്ചയമായിട്ടും അവർ വിശ്വസിക്കണം. അതേസമയം തന്നെ അബ്രഹാമിനെ ദൈവം തെരഞ്ഞെടുത്തു. ഇവിടെ നമ്മളിപ്പോൾ 11-ാം അധ്യായത്തിൽ വായിച്ച പോലെ ദൈവം തന്റെ വിളിയെയും കൃപാവരങ്ങളെയും വിളിയെയും കുറിച്ച് അനുദപിക്കുന്നില്ലല്ലോ. അവരെ വിളിച്ചങ്ങ് തെറ്റുപറ്റിപ്പോയി ദൈവം ഒരു പ്ലാൻ ബി നടപ്പാക്കി എന്നാണോ പറയുന്നതിന്റെ അർത്ഥം? ഒരിക്കലും അല്ല. ദൈവത്തിന്റെ വിളിയോ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പോ ദൈവത്തിന്റെ പദ്ധതികളോ ഒരിക്കലും വൃഥാവായി പോയിട്ടില്ല എന്നും നമുക്ക് നേരത്തെ വായിച്ചതുപോലെ അവരുടെ ഭ്രംശനം നമ്മുടെ വിശ്വാസത്തിലേക്ക് വരാൻ ഇടയായി തീർന്നെങ്കിൽ അവരുടെ യഥാസ്ഥാനം മരിച്ചവരുടെ ഉയിർപ്പിനല്ലാതെ പിന്നെ എന്തായിത്തീരും? ഇത്ര വ്യക്തമായിട്ട് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ ഇനി നമുക്ക് കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പം ഇസ്രയേലിനോട് ദൈവം അരുളി ചെയ്തതും അവർക്ക് നൽകിയിട്ടുള്ളതുമായിട്ടുള്ള ദൈവവചന ഭാഗങ്ങൾ പഠിക്കാതിരിക്കരുത് എന്ന് ചിന്തിക്കേണ്ടതിന്റെ സാങ്കത്യം എന്താ? അതിന്റെ ലോജിക്ക് എന്താ? നിശ്ചയമായിട്ടും അത് പഠിക്കാനും പഴയ നിയമത്തിലും ഇസ്രയേലിനോട് നൽകപ്പെട്ടുള്ള വാഗ്ദത്തങ്ങളും ആ വാഗ്ദത്ത നിവർത്തിയും നമുക്ക് കർത്താവായ യേശുക്രിസ്തുവിന്റെ ഈ ലോകത്തിൽ താൻ കടന്നു വരുന്നതിനുള്ള ബന്ധത്തിലുള്ള വിഷയങ്ങളിൽ നമുക്ക് വഴികാട്ടി തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നോക്കിയാട്ടെ, ഞാൻ ഇനി അധികം പറഞ്ഞ് പ്രൊളോങ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എന്ന് മാത്രമല്ല, എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, ഈ അനുസരണം കൊണ്ട് മാത്രമേ ദൈവനാമം മഹത്വപ്പെടുകയുള്ളൂ, അനുസരണക്കേട് കൊണ്ട് മഹത്വപ്പെടുകയില്ല. നമുക്കറിയാം, യോനയുടെ ഉദാഹരണത്തിൽ നിന്ന് അറിയാം. അപ്പം ഈ യോനയോട് ചോദിക്കും, നീ എന്തിനങ്ങനെ ചെയ്തു എന്നാ കപ്പലിലുള്ള ആൾക്കാർ ചോദിക്കുക. അനുസരണക്കേട് എന്തിനാ കാണിച്ച്? അനുസരണക്കേട് കാണിച്ചിട്ടും തിമിംഗലം വിഴുങ്ങി അവനെ കൊണ്ടുപോയി തുപ്പിയിട്ടും അവിടെ അല്ലെങ്കിൽ ഛർദ്ദിച്ചു കളഞ്ഞിട്ടും അത് മുഖാന്തരം ദൈവനാമം മഹത്വപ്പെട്ടു. അതാ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഒരു ഇപ്പം ഇസ്രയേലിൻ്റെ ഇതിലെല്ലാം അവർ മാതൃകയായിട്ട് നടക്കുന്നവരാണോ എന്നൊക്കെ ചോദിച്ച് നമ്മൾ ഭാരപ്പെടേണ്ട കാര്യമില്ല. അവർ നേരത്തെ പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ ദയയിൽ നിന്നാൽ ദൈവത്തിൻ്റെ ദയയും അല്ലെങ്കിൽ അവൻ്റെ ഖണ്ഡിതവും കാണുക എന്നുള്ളത് നമ്മളോട് മാത്രം പറയപ്പെട്ടിട്ടുള്ളതല്ല. നമുക്ക് കാണാം ഇസ്രയേലിനോടും ദൈവം അനുവർത്തിച്ചിട്ടുള്ള നയം അതുതന്നെയാണ്. അവരുടെ പ്രവാസത്തിലും അവർക്കുണ്ടായ ചില ശിക്ഷകളിൽ പോലും അത് ദൈവനാമ മഹത്വത്തിനും അനേക ജാതികൾ അറിയാനായിട്ട് ദൈവത്തെക്കുറിച്ച് അറിയാൻ ഇടയായി തീർന്നു എന്ന് ഞാൻ ഈ 3 വിദ്വാൻമാർ വന്നതിനെക്കുറിച്ച് വായിക്കുമ്പം ഒരു വിശ്വസിക്കത്തക്ക ഒരു എക്സ്പ്ലനേഷൻ ഞാൻ കേട്ടിട്ടുള്ളത്, അത് ഇസ്രയേൽ മക്കൾ പ്രവാസത്തിൽ ബാബേലിലായിരുന്നപ്പം അവിടെ വെച്ച് ദൈവത്തിൻ്റെ നാമത്തെ അറിഞ്ഞ അല്ലെങ്കിൽ ഈ പ്രവചനങ്ങളെക്കുറിച്ചും ഒക്കെ അറിഞ്ഞ ചില വ്യക്തികളാകാനാണ് സാധ്യത എന്നുള്ളത്. ഇന്ത്യയിൽ നിന്ന് വന്നെന്ന് പറയുന്നവരുണ്ട് ആ 3 വിദ്വാൻമാർ. എന്നാൽ ഒന്നുകൂടെ എനിക്കിത് തോന്നിയത്, നിശ്ചയമായിട്ടും അവരുടെ പ്രവാസം കൊണ്ടും അവരുടെ അനുസരണക്കേട് കൊണ്ടും നമുക്കറിയാം ശൂഷൻ രാജ അവിടെ എസ്തേറിൻ്റെ കാലത്തും ഒക്കെ ദൈവനാമം മഹത്വപ്പെടുത്തക്കവണ്ണം അവരുടെ അനുസരണക്കേട് നിമിത്തമാണ് അവരവിടെ ആയിരുന്നതെങ്കിലും ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താനും പല ജാതികളും ദൈവത്തെക്കുറിച്ച് അറിയാനും തക്കവണ്ണമുള്ള സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞ് വന്നത് നമുക്ക് അറിയാം. ഇതാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ സോവർണിറ്റി എന്ന് പറയുന്നത്. ഇതാണ് ദൈവത്തിൻ്റെ പരമാധികാരം എന്ന് പറയുന്നത്. നമ്മൾ എന്തെങ്കിലും ഒന്ന് തുമ്മി എന്നോ അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോയെന്നോ ഇങ്ങോട്ട് പോയെന്നോ ദൈവം നമുക്ക് നൽകിയ ചില ഫ്രീഡത്തിൽ നമ്മൾ ചില തീരുമാനം എടുത്തെന്ന് വെച്ചോ ഒന്നും ദൈവത്തിൻ്റെ സോവറിനിറ്റി നഷ്ടപ്പെട്ടു പോവുകയില്ല. ഈ സോവറീനായിട്ടുള്ള ദൈവം, പരമാധികാരിയായിട്ടുള്ള നിത്യരാജാവായിട്ടുള്ള ഈ ദൈവത്തിൻ്റെ ആ അധികാരവും അവൻ്റെ ബുദ്ധിയും അവൻ്റെ പെർപ്പച്വലായിട്ടുള്ള അവൻ്റെ നിത്യമായിട്ടുള്ള അവൻ്റെ പദ്ധതികളും നിറവേറുകയാണ് ചെയ്യുന്നത്. ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ആഗ്രഹിക്കുക. നമ്മൾ പാട്ടിൽ പാടുന്ന പോലെ, നിത്യരാജാവിവ നോർക്കുകിൽ സാർവ, നിത്യരാജാവിവ നോർക്കുകിൽ സാർവ, സൃഷ്ടികളും സ്തുതിക്കുന്ന യഹോവ, സൃഷ്ടികളും സ്തുതിക്കുന്ന യഹോവ, വാഴ്ത്തുക നീ മനമേയൻ പരനെ, വാഴ്ത്തുക നീ
മനമേ വാഴ്ത്തുക നീ, മനമേ എൻ പരനേ വാഴ്ത്തുക നീ, മനമേ. ഈ റോമർക്ക് എഴുതുന്ന ലേഖനം 11-ാമത്തെ അവസാന വാക്യം, ആ ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, മാനം, അറിവ് എന്നിവയുടെ ആഴമേ, അവൻ്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവൻ്റെ വഴികൾ എത്ര അഗോചരവുമാകും. കർത്താവിന് മനസ്സറിഞ്ഞവനാർ, അവൻ്റെ മന്ത്രിയായിരുന്നവനാർ, അവന് വല്ലതും കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങുന്നവനാർ, സകലവും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കുമാകുന്നു അല്ലോ. അവൻ എന്നേക്കും മഹത്വവും ആമേൻ എന്ന് പറയുന്ന പോലെ ഈ ദൈവിക പദ്ധതികൾ, ഈ ദൈവത്തിൻ്റെ സോവറിനിറ്റി, ദൈവം ചെയ്യുന്ന ഈ പദ്ധതികൾ ഓർക്കുമ്പോൾ നെടുമ്പാട് വീണ് ഈ ദൈവത്തിൻ്റെ ഈ പദ്ധതികളിൽ മുന്നിൽ അവൻ്റെ ആ സർവശക്തനായ ദൈവത്തിന് മുന്നിൽ അവനെ ആരാധിക്കാനല്ലാതെ നമ്മുടെ ബുദ്ധിയുടെ കണക്കുകൂട്ടലുകൾക്ക് അപ്പുറമുള്ള ദൈവിക പദ്ധതികൾക്കായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അതിനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും.